അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. പ്രോജക്ട് സീറോ ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ജനങ്ങൾക്ക് അഴിമതിയില്ലാതെ അവർക്ക് സേവനങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ കൈമടക്ക് കൊടുക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഒരു പാവപ്പെട്ടവനും പണം കൊടുക്കാതെ അവന്റെ പ്രശ്നങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടായാൽ തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ അതിന് കൈമടക്ക് കൊടുക്കേണ്ട അവസ്ഥ പലയിടത്തുമുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിജിലന്റായ ഒരു പ്രവർത്തനം ആയിരിക്കും പ്രോജക്ട് സീറോയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്ടിന്റെ പേര് പ്രോജക്ട് സീറോ എന്നുള്ളതാണ്. ടുഗദർ ലെറ്റ് us ബിൽഡ് എ കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക. അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ന് ബ്യൂറോ തന്നെ തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റാണിത്. ഈ പ്രോജക്ടിന്റെ പ്രവർത്തനം ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെ അഴിമതി കണ്ടാലും അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ അറിയിക്കാനുള്ള സംവിധാനം ജനങ്ങൾ പ്രയോജനപ്പെടുത്തണം. അവരാരാണ് പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ വിവിധ ശൃംഖലകളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും വലിയ വിപുലമായ ഒരു സർക്കാർ സംവിധാനത്തിൽ അഴിമതികൾ കണ്ടെത്തണമെങ്കിൽ അത് ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അഴിമതിക്കാരായ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും തീർച്ചയായും ഈ ബ്യൂറോയുടെ കണ്ണുകൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. പ്രോജക്ട് സീറോ ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ജനങ്ങൾക്ക് അഴിമതിയില്ലാതെ അവർക്ക് സേവനങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ കൈമടക്ക് കൊടുക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഒരു പാവപ്പെട്ടവനും പണം കൊടുക്കാതെ അവന്റെ പ്രശ്നങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടായാൽ തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ അതിന് കൈമടക്ക് കൊടുക്കേണ്ട അവസ്ഥ പലയിടത്തുമുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിജിലന്റായ ഒരു പ്രവർത്തനം ആയിരിക്കും പ്രോജക്ട് സീറോയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. പലരും മടി കൊണ്ട് പറയാത്തതാണ്. പലർക്കും ഇതിന്റെ പിന്നാലെ പോയി ഇനിയും വഴക്കോ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയ ആളുകൾ മറക്കുന്നതാണ്. അവരുടെ കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ പണം കൊടുക്കുക, കാര്യം നടത്തുക, പോവുക. ആ നിലപാടുകൾ ഉപേക്ഷിക്കണം. ഇത് സർക്കാരിൽ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങളുടെ അവകാശമാണ്, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളല്ല. ഇത് നമ്മുടെ അവകാശമാണ് എന്ന ബോധ്യം എല്ലാ പൌരന്മാർക്കും ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതും തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് അഴിമതി ഇല്ലാതാകണമെങ്കിൽ ജനങ്ങളുടെ പരിപൂർണമായ സഹകരണമാണ്. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല.
നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിക്കുന്ന ഈ പ്രൊജക്ട് സീറോ വലിയ വിപ്ലവം തന്നെ കേരളത്തിലുണ്ടാകും. ഭരണരംഗത്ത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുള്ള കറപ്ഷൻ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ക്രൈംസ് തന്നെ ഇപ്പം സൈബർ ക്രൈംസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കറപ്ഷനും. ഈ തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള കറപ്ഷനും വളരെ വ്യാപകമാണ്. അപ്പൊ അതിനെയെല്ലാം ഫലപ്രദമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് പ്രോജക്ട് സീറോ. ഇത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ നേരത്തെ മനസ്സിലാക്കി അവിടെ അതിന് തടയിടുക എന്നുള്ളത്. ഇപ്പൊ വിജിലൻസ് എന്ന് പറയുന്നത് അഴിമതി നടന്നിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വിൽ വർക്ക് ആസ് എ ഡിറ്ററന്റ്. അത് ആ നിലയിൽ പ്രവർത്തിച്ചാൽ അഴിമതി കുറച്ചുകൊണ്ടുവരാനും സാധിക്കും. അപ്പൊ ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും അഴിമതി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നമ്മൾ മുൻകരുതൽ എടുക്കും, മുൻതൂക്കം നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു കാര്യം. അപ്പൊ പ്രൊജക്ട് സീറോ എന്ന് പറയുന്ന പദ്ധതി ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ അഴിമതിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ പരിപാടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഫലപ്രദമായി എന്നും എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ കുറെ പ്രവർത്തനം, പുതിയ ട്രാപ്പ് കേസുകൾ വരുന്നു, അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ കൂടി ഊർജ്ജസ്വലമാക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസിലും അതുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം മേഖലകളിൽ ഇവരുടെ സാന്നിധ്യവും കേസ് അന്വേഷണവും ഒക്കെ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഇതിന്റെ ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ സൗകര്യങ്ങളുടെ വർധനകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ ഉൾപ്പെടുത്തും. വിജിലൻസ് മാനുവൽ 1969 ഉണ്ടാക്കിയ മാനുവലാണ്. അടുത്ത എത്രയും പെട്ടെന്ന് ആ വിജിലൻസ് മാനുവലിൽ കാലോചിതമായ മാറ്റമുണ്ടാക്കും. വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കും. അതിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് ഞാനൂടി പരിശോധിച്ച ശേഷം അതിന് അന്തിമമായ രൂപം വൈകാതെ നൽകുന്നതാണ്.